അടുത്തായി നമ്മുടെ മദ്രസ വാർഷികാഘോഷത്തിനെ കുറിച്ചും അതിനുവേണ്ട ഫണ്ട് വിലയെ കുറിച്ചുമാണ് ചർച്ച. വാർഷിക അടിപൊളിയായിരിക്കണം. അടിപൊളി അവിടെ നിൽക്കട്ടെ. മറ്റൊരു പ്രധാന വിഷയം ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ആദ്യം അതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കണം. അതെന്താ? തെക്കേടത്ത് ഖാദറിന്റെ മകളെ അവളുടെ കെട്ടിയോൻ തലാക്ക് ചൊല്ലിക്കൊണ്ട് ഈ മഹല്ല് കമ്മിറ്റിക്ക് അയച്ച കത്തിന്റെ കാര്യം. അതെന്തത്ര ചർച്ച ചെയ്യാൻ? ഓനോളെ വേണ്ടാന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മഹലിൽപ്പെട്ട ഒരാളുടെ മകളെ കാര്യമൊന്നും ഇല്ലാതെ മൊഴി ചെല്ലാൻ തീരുമാനിച്ചാൽ ഒന്ന് അന്വേഷിക്കാനും പോലും ഈ കമ്മിറ്റിക്ക് ബാധ്യതയില്ല. അതേ, ഞാൻ കേട്ടോളം വെച്ച് ഖാദറിന്റെ മോളും കെട്ടിയോനും അത്ര വലിയ രസത്തിലല്ല. മാത്രമല്ല, അവളെ കണ്ണെടുത്താൽ ആ കുടുംബത്തിന് കണ്ടുകൂടാ. അതിന് കാരണം വേറൊന്നുമല്ല, ചെറുക്കൻ ഗൾഫ് പോയി എങ്ങനെയൊക്കെ കുറെ പൈസ ഉണ്ടാക്കി. ഇപ്പം പാവം പെണ്ണിനെയും കുടുംബത്തെയും കണ്ടുകൂടാതായി. നിങ്ങൾ തമ്മിൽ തർക്കിച്ചിട്ട് കാര്യമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. രണ്ടു കൂട്ടിനെ കണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാം. അതിനുശേഷം എന്താ വേണ്ടു വെച്ചാൽ ചെയ്യാം. ഇപ്പം നമുക്ക് വാർഷിക കാര്യങ്ങളിലേക്ക് ചർച്ച കൊണ്ടുപോകാം. ഒരാഴ്ചത്തെ പരിപാടി വേണം. വയല് മൗലൂദ് ചീരണ്ടി പരിപാടി അടിപൊളിയായിരിക്കണം. അതിനൊക്കെ കാശ് എവിടെ? കാശൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ആദ്യം പരിപാടിയൊക്കെ ഒരു ഓർഡറിലിടാക്കുക. കാശിന് വിപുലമായിട്ടുള്ളൊരു പിരിവടി നടത്തുക. ഈ മഹല്ലിലെ എല്ലാ ആളുകളും ഒരു സംഖ്യ തരണം നിർബന്ധാക്കുക. പോരാത്തിന് ഗൾഫിലെ സുഹൃത്തുക്കൾക്ക് ഒരു കത്തോടെ അയക്കുക. എന്താ പോരെ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. നാളെ തന്നെ റെസീറ്റ് അടുപ്പിക്കാം. മറ്റന്നാൾ രാവിലെ പിരിവും തുടങ്ങാലോ. എന്നാ പിന്നെ ഈ മീറ്റിംഗ് ഇന്നിവിടെ അവസാനിപ്പിക്കുക. അസ്സലാമലൈക്കും. വലൈക്കും സലാം. നല്ലൊരാളെ തന്നെ ആദ്യം കിട്ടിയല്ലോ. എന്നാ ആ വർക്കത്തിലെ കജോളുടെ എഴുതിക്കാം. എന്താ ഇതിലൊന്നും തന്നെ എഴുതിയിട്ടില്ലല്ലോ? അതിന് പറ്റിയൊരാളെ തെരഞ്ഞെടുക്കല്ലേ ഞങ്ങള്? അല്ല, നിങ്ങൾ എല്ലാവരും ഈ നാട്ടിലെ വലിയ വലിയ പൈസക്കാരല്ലേ? ഒരാളും 10 പൈസ ഇതിൽ എഴുതി കണ്ടില്ലല്ലോ. അതിന് പിരിവുകാർ കാശ് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യ്, ഈ മഹലില് നയാ പൈസക്ക് ഗതിയില്ലാത്ത ധാരാളം നിവാസികളുണ്ട്. ഈ റെസീറ്റ് ബുക്ക് അവരുടെ കയ്യിൽ കൊടുത്താൽ ആ പാവങ്ങളെങ്കിലും പിരിവിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ. ബുക്ക് അടിക്കാം. നീ നൂറ്റാണ്ടിന് നന്നാവൂല. കുറച്ചൊക്കെ അന്തം വെച്ചിങ്ങനെ കരുതിന്ന്. എന്നിട്ട് ഞമ്മക്ക് ക്ലാസ് എടുക്കണേ. ഇത് പിടിച്ചാ. നിങ്ങൾ ചോദിക്കുമ്പോ കാശ് അങ്ങനെ വാരിക്കോരി തന്നാൽ ഒന്നുകിൽ ഞാൻ വലിയ ആളാകും, അല്ലെങ്കിൽ ഒന്നിനും പറ്റാത്തവനാകും. അസ്സലാമലൈക്കും. നിങ്ങളൊക്കെ അങ്ങോട്ടാ? എങ്ങോട്ട്? തെക്കേതിൽ ഖാദറിന്റെ വീട്ടിലേക്ക്. ഓ, അതങ്ങോട്ട് മറന്നു. നമുക്കൊരു കാര്യം ചെയ്താലോ? അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോരാ. ശരി, പോകാം. ഖാദറെ, ഞങ്ങൾ ആ കത്തിനെ കുറിച്ച് അന്വേഷിക്കാലോ എന്ന് കരുതി വന്നതാണ്. ഞങ്ങൾ അത് കേട്ട് തരിച്ചിരിക്കുകയായിരുന്നു. ഇന്റെ മോളെടുത്ത് എന്തെങ്കിലും കുറ്റമുള്ളതായിട്ട് ഇത്രയും കാലമായിട്ട് ഓൻ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പിന്നെന്തിനാ പെട്ടെന്ന് ഇങ്ങനെ ഒരു കത്തയക്കാൻ കാരണം? എനിക്കൊരു പിടിയുമില്ല. ഇന്റെ മോളെ പണ്ടങ്ങൾ വിറ്റിട്ടാവും ഗൾഫിൽ പോയത് തന്നെ. കല്യാണത്തിന് മുമ്പ് ഞങ്ങളെപ്പോലെ തന്നെ അധികം മുതലൊന്നുമില്ലാത്ത കുടുംബമായിരുന്നു. ഈ അടുത്ത കാലത്താണ് വലിയൊരു വീട് വെച്ച് തന്നെ. അത് ശരി. അപ്പൊ പുത്തമ്പണത്തിന്റെ തളപ്പ് തോന്നിയാണല്ലേ? എന്നാ പിന്നെ അവന്റെ ബാപ്പാനെ കണ്ടെന്നെ ബാക്കി കാര്യം. നിങ്ങൾ പടച്ചോനെ വിചാരിച്ചിട്ട് ഇന്റെ മോളെ കണ്ണീരിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. അത് ഞങ്ങൾ ഏറ്റു. പിന്നെ മറ്റൊരു കാര്യം, മദ്രസയുടെ വാർഷികം അടുത്തിരിക്കുകയാണ്. കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കരുതിക്കോളി. ഇപ്പൊ എന്റെ കയ്യിൽ ഒന്നുമില്ല. ഇപ്പൊ വേണ്ട, 2 ദിവസം കഴിഞ്ഞിട്ട് എത്തിച്ചാ മതി. മറക്കണ്ട. എന്നാ ഞങ്ങൾ വരട്ടെ. അല്ല, ഒരു കട്ടൻ ചായെങ്കിലും കുടിച്ചിട്ട് പോയാ പോരെ? അതൊക്കെ പിന്നീടാവും. ഇപ്പൊ ഞങ്ങൾ അവിടെ പോയി വരട്ടെ. പഠിച്ചോനെ, ഇതിനൊരു പരിഹാരം നീ കാണിച്ചു തരണേ റബ്ബേ. സുലൈമാനെ, അനക്കവരെ വീടറിയോ? കുറച്ച് ദൂരെയാണ്. നമുക്കൊരു വണ്ടി വിളിച്ചു. ആ, അതാ നല്ലത്. അസ്സലാമലൈക്കും. വാലൈക്കും മുസ്സലാം. വെരി കുത്തിരിക്കി. കുറച്ച് തണുത്ത വെള്ളം എടുത്തോളി.
ഇങ്ങനെ വന്നേ. ഞങ്ങൾ വന്നത് അല്ല ഞങ്ങളുടെ മയിലിൽപ്പെട്ട ഒരാളുടെ കാര്യമാകുമ്പോൾ എന്താണെങ്കിലും തെളിയിച്ച് പറയേ. അതിപ്പോ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ ഞാൻ പറയാം. നിങ്ങളുടെ മകൻ ലത്തീഫിൻ്റെ ഒരു കത്ത് ഞങ്ങളുടെ മഹല്ല് കമ്മിറ്റിക്ക് കിട്ടിയിട്ടുണ്ട്. അതിലെഴുതിയിരിക്കുന്നത് ലത്തീഫിൻ്റെ ഭാര്യ സഫിയെ തൊലാക്ക് ചൊല്ലിയിരിക്കുന്നു എന്നാണ്. തൊലാക്ക് ചെല്ലാനുള്ള കാരണം എന്താണെന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. ഓ അങ്ങനെ. ഒരു പെണ്ണിനെ കെട്ടാനും അതിനെ മൊയ്യല്ലാനും നമ്മളെ മതത്തിന് നിയമമുണ്ടല്ലോ. ഇന്റെ മോനും അതല്ലേ ചെയ്തുള്ളൂ. ഇപ്പോഴെങ്കിലും അവനൊരു നല്ല ബുദ്ധി തോന്നിയല്ലോ. പെണ്ണിനെ കെട്ടാനും മൊഴി ചെല്ലാനും ഈ മതത്തിൽ ചില വ്യവസ്ഥയൊക്കെ ഉണ്ട്. നിങ്ങളുടെ മകൻ അതൊന്നും ബാധകമല്ലേ? ഏത് വ്യവസ്ഥയാവും പാലിക്കാത്തത്? തക്കതായ കാരണമില്ലാതെ ഒരു പെണ്ണിനെ മൊഴി ചെല്ലാൻ പാടില്ലെന്ന വ്യവസ്ഥ. ആര് പറഞ്ഞ് കാരണമില്ലാന്ന്? ലത്തീഫിനും ഞങ്ങൾക്ക് ഓളെ ഇഷ്ടല്ല. പിന്നെ ഞങ്ങളെ കുടുംബത്തിന് യോജിച്ച കുടുംബമല്ലേ അത്? അത് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ കല്യാണത്തിന് വാങ്ങിയ സ്വർണവും പണവും തിരിച്ചു കൊടുത്തോ? ഓ അങ്ങനെ. ഇവരുള്ളൊരു ഈ രംഗത്തിക്കണ്ട് വരി. അല്ലാതെ ചെറ്റക്കുള്ളിൽ താമസിക്കണേ കാതറിന് ഞങ്ങൾ ഒരു നോത്ത് കെട്ട നിങ്ങൾ ആരും വിചാരിച്ചണ്ട. നിങ്ങളങ്ങനെ തീർത്ത് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. പക്ഷെ നിങ്ങൾ വാങ്ങിയ സ്വർണവും പണവും എത്രയും പെണ്ണ് തിരിച്ചു കൊടുക്കണം. ഇന്റെ മരുമോളായ ഓളങ്ങട്ട് കൊണ്ടുവരുന്ന കാര്യം ഒഴിച്ച് എന്ത് തീരുമാനത്തിന് നമ്മൾ തയ്യാറാ. മാത്രല്ല നമ്മൾ മേടിച്ച സ്വർണത്തിനും പണത്തിനും പുറമെ നഷ്ടപരിഹാരമായിട്ട് ഒരു സംഖ്യം കൊടുക്കാം. എന്താ പോരെ? മതി, ധാരാളം മതി. എന്നാ പിന്നെ എല്ലാം നല്ല നിലക്കണ്ട് അവസാനിപ്പിച്ച എന്തേ? പൈസ എത്ര വേണമെങ്കിലും കൊടുക്കാം. അതിന്റെ പേരിൽ ഒരു വണ്ടിയും വരില്ല നോക്കേണ്ടത് നിങ്ങളെ കടമയാണ്. അത് ഞങ്ങൾ ഏറ്റു. എന്നാ നിങ്ങൾ കാതറിനെ കണ്ട് ഒരു ദിവസം നിശ്ചയിക്ക്. ഞാൻ പണ്ടും പൈസയും കൊണ്ട് അങ്ങോട്ട് വരാം. ഞങ്ങൾക്ക് സമ്മത. വേറൊരു കാര്യം പറയാണ്ട്. ഞങ്ങളെ മദ്രസിൻ്റെ വാർഷികാഘോഷമാണ് അടുത്ത മാസം. അപ്പോൾ നിങ്ങൾ എന്തേലുമൊക്കെ ഒന്ന് സഹായിക്കണം. അതിനെന്താ, നല്ല കാര്യത്തിനല്ലേ. 1000 എഴുതട്ടെ? 1000 മതിയോ? ശരിക്കും എഴുതിട്ടോ. 1000. ഇത് നമ്മളെ വക 1000. അപ്പൊ 2000. മാഷാ അല്ലാ, നിങ്ങളൊരു വലിയ മനുഷ്യൻ തന്നെ. ആദ്യം ഞങ്ങളങ്ങോട്ട് തെറ്റിദ്ധരിച്ചു. എന്നാ പിന്നെ ഞങ്ങളോട് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. ഖാദറിന്റെ മകളെ തൊലാക്ക് ചെല്ലാൻ മഹല്ല് കമ്മിറ്റി അങ്ങോട്ട് അനുവാദം കൊടുത്തു. അവരെ കയ്യിൽ നിന്ന് വാങ്ങിയ പണ്ടവും പണവും പോരാത്തിന് ഒരു സംഖ്യ നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ചു. ഖാദറിനോട് ചോദിക്കാതെ തൊലാക്ക് ചെല്ലാൻ നിങ്ങൾ എന്തിനാ സമ്മതം കൊടുത്ത്? ഓരോരുത്തർക്കും തോന്നുന്നതിനനുസരിച്ച് ബന്ധങ്ങൾ ഇങ്ങനെ തീർക്കാൻ അനുവാദം കൊടുത്താൽ ഈ നാട്ടിലെ പാവപ്പെട്ട പെൺകുട്ടികളുടെ സ്ഥിതി എന്താവും? നമ്മൾ ഇതിന് കൂട്ടുനിന്നുകൂടാ. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് വല്ലാതെ ഒരു തല ഉണ്ടാക്കണ്ട. മദ്രസ വാർഷികത്തിന് 2000 ഉറുപ്പ്യാണ് അയാൾ തന്നിട്ട്. പണം കണ്ടപ്പോൾ എന്ത് ചെറ്റത്തരത്തിൽ കൂട്ടു നിൽക്കാനും നിങ്ങൾക്കൊരു മടിയുമില്ല. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന നക്കാപ്പിച്ച കാശ് ഖാദർക്ക് വാങ്ങുന്നു എനിക്ക് തോന്നുന്നില്ല. ഖാദറിനെ വരച്ച വരയിലെത്താൻ ഈ കമ്മിറ്റിക്ക് അറിയാം. പക്ഷെ ഇജ്ജ് വലിയ ആളായാണ്ട് ഖാദറിനെ തിരിപ്പിച്ചാൽ മതി. ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല. ഖാദർഖാന്റെ തീരുമാനം എന്താണോ അതായിരിക്കും എന്റെയും തീരുമാനം. വാ, വണ്ടി പോവാം. കയറാം.
കുടിച്ചോളി കുടിച്ചോളി ഇന്ദിനേശം അധികമാണ് കുടിച്ചോളി. നമ്മ മമ്മദല്ലേ അത്? ഇത് ഉമ്മാന്റെ നിസ്കാര കുപ്പായിട്ടാണല്ലോ വരവ്. കുടിച്ചോളി കുടിച്ചോളി ഇന്ദിനേശം കൂടുതലാണ്. കുടിച്ചോളി കുടിച്ചോളി വിടല്ലേ വിടല്ലോ വിടല്ലോ. അങ്ങനെ തന്നെ അങ്ങനെ തന്നെ. അല്ല ഇവനെന്തിനാ ഇങ്ങനെ കയറു വീട്ടുകള് കുടി കൊണ്ടായി കളി? എന്താ ഇപ്പൊ ഈ കോലത്തില്? ഇവനല്ലപ്പാ ഗൾഫ് പോയാർന്ന്. അതിനെ കൂട്ടൊന്നും പറയണ്ട നാട്ടുകാരെ. ഇവന്റെ രോഗം മാറുകയാണെങ്കിൽ മാറട്ടേന്ന് കരുതിയാ കഴിഞ്ഞ ഉമ്മറൊക്കെ അവനെ പറഞ്ഞയച്ച്. ഇതിപ്പോ തിരിച്ചു വന്ന് മറ്റൊരു കോലത്തില് രോഗം കൂടിയ അറബിയേ പറയുള്ളൂ. ഇതിപ്പോ ഉമ്മാന്റെ നിസ്കാരക്കുപ്പ ഇട്ടിട്ടല്ലേ വന്നിക്കണത്. വാ മോനെ നമുക്ക് കുടിയിലേക്ക് പോകാം. അവരാ നുണ പറയാണ്. ആ ചെറുക്കനെ ഇവിടെ ഒഴിവാക്കി കിട്ടാൻ ഗൾഫിക്ക് വിട്ടതാ. അവിടുത്തെ പാലത്തിന് ചുട്ട് അളിഞ്ഞു തിരിയുന്ന കണ്ട് നാട്ടുകാരെ ഇങ്ങോട്ട് കയറ്റി വിട്ടതാ. ആദ്യം അരപ്പിരി ലൂസ്, ഇപ്പൊ ഫുൾ പിരിയായി. നല്ല കിളി പോലത്തെ പെണ്ണുങ്ങളായി ഈ ബാഗില്. അനക്കാണടാ, അനക്കാണോ? വേഗം ഉറക്കല്ലേ, കിളികളൊക്കെ പറന്നു പോവും. കള്ള ഹിമാലോട് പണിക്കും പോകാതെ കുത്തിർക്കും. മനസ്സിനെ നയിച്ചിരുന്ന നയക്കാതെ. പച്ച നോണ ഒളിപ്പില്ലാതെ പറയലല്ലേ അധ്വാനം. ഇതിന് പോന്നാ നമുക്ക് അപ്പുറത്തേക്ക് മാറിക്കാം. ഇനി പറ എന്ത് തമ്മിലുള്ള കണ്ടീസം? പ്രത്യേകിച്ച് കണ്ടീഷനൊന്നുമില്ല. പെണ്ണ് സുന്ദരിയായിരിക്കണം. കുറച്ച് പണ്ടോ പൈസ ആയാലും തിരക്കേടില്ല. ഞമ്മള് കാണിച്ചു പെണ്ണുങ്ങളൊന്നും ഇതേവരെ മോശമായിട്ടില്ല. അതാണ് ചോദിച്ച് നിങ്ങൾ എത്രയാ ഉദ്ദേശിക്കണത്? നിങ്ങൾ പറയും ഇവനെ എത്ര കിട്ടുക? എന്നാ അതൊന്ന് പിടിച്ചാ നോക്കട്ടെ. ഇവൻ ഗൾഫാണ് കേട്ടോ. ഇവൻ ഗൾഫാണല്ലേ? ആയിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. ഓ ഇവനാ ഒന്ന് തിരിച്ചടാ. ഒരു 2 ലക്ഷം ഉറുപ്പിയും 75 പവനും പറയാം നമുക്ക്. പിന്നെ ഒത്ത് വന്നാല് ഒരു 1.5 ലക്ഷം ഉറുപ്പിയും ഒരു 65 പവനും ആക്കാന്ന്. ആയിക്കോട്ടെ. എന്തിയേ? ഞങ്ങൾക്ക് സമ്മതാ. എല്ലാം നിങ്ങളെ ഇഷ്ടം പോലെ. അപ്പ മക്കളെ പറയുമ്പോ നമ്മളെല്ലാം പറഞ്ഞല്ലോ. നമ്മളെ കമ്മീഷന്റെ കാര്യേ 10,000 ഉറുപ്പ്യക്ക് 1000 ഉറുപ്പ്യ നമ്മളെ കമ്മീഷനാ. അപ്പൊ 2 ലക്ഷം ഉറുപ്പ്യക്ക് 20,000. എന്തിയേ? അത് സമ്മതിച്ചു. 1 മാസത്തിനുള്ളിൽ ശരിയാക്കി 1000 കൂടി തരാം. ഇൻഷാ അല്ലാ. ഇന്ന ജിപ്പർ 500 ഉറുപ്പ്യ എടുക്ക്. അത് കല്യാണം കഴിഞ്ഞിട്ട് പോരെ? ഒരു 500 ഉറുപ്പ്യ എടുക്ക്. ഇത് ബ്രോക്കറേജ് പെടൂലാന്ന്. ഒരു 500 ഉറുപ്പ്യ എടുക്ക്. അത് കൊടുത്താലേ. ഇത് നമ്മൾ ചെറുക്കൻ്റെ മാർക്കറ്റ് നോക്കീനാണ്. അനക്കറിയോ? ഇന്നൊരു കാര്യം ചെയ്യും. നാളെ രാവിലെ 2 പേരെയും നമ്മുടെ 3-4 കിളി പോലത്തെ പെണ്ണെ കാണിച്ചു തരാം. എന്തിയേ? ശരി, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ഇവിടെ ആരും ഇല്ലേ? എന്തേ? നിങ്ങളോട് പ്രസിഡന്റ് ചെല്ലാൻ പറഞ്ഞു. എന്താ കാര്യം? കാര്യമൊക്കെ അവിടെ ചെന്നിട്ടറിയാം. പെട്ടെന്ന് വരണം. ഹക്കീം പോയിക്കോ, ഞാൻ ഉടനെ എത്തിപ്പോയി. ഞങ്ങൾ നിങ്ങളെ മോളെ കാര്യത്തിൽ തീരുമാനം എടുക്കാനാണ് കൂടിയിരിക്കുന്നത്. നിങ്ങൾക്കത് സ്വീകാര്യമാകുന്ന ഞങ്ങളുടെ വിശ്വാസം. കൂട്ടിയോജിപ്പിക്കാൻ ഞങ്ങൾ പരമാവധി നോക്കി, പക്ഷെ ഒരു നിലക്കും നടക്കൂല. അതുകൊണ്ട് നിങ്ങളുടെ മകളുമായുള്ള ബന്ധം വേർപെടുത്താനുള്ള അനുവാദം ഞങ്ങൾ കൊടുത്തിരിക്കുകയാണ്. നിങ്ങളെല്ലാരും കൂടി എന്റെ മോളെ ദ്രോഹിക്കാൻ കൂട്ടു നിൽക്കുകയാണല്ലേ? വെറുതെ ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കുമോ? നിങ്ങൾ കൊടുത്ത സ്ത്രീധന പണവും സ്വർണവും ഒരു മണി തൂക്കം കമ്മില്ലാതെ തിരിച്ചു തരും. മാത്രമല്ല നല്ലൊരു സംഖ്യ നഷ്ടപരിഹാരവും വാങ്ങിത്തരും. എന്താ ഇങ്ങനെയൊക്കെ പോരെ?
നിങ്ങൾ എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കണേ? സമ്മതം പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്ക്. എനിക്ക് എൻ്റെ മോളോടൊന്ന് ചോദിക്കണം. ഓളെ ഭാവി തീരുമാനിക്കേണ്ടത് ഓള് തന്നെയാ. എന്നാ നിങ്ങളെ തീരുമാനം ഓൾ അനുസരിക്കൂലേ? ഇക്കാര്യത്തില് ഓളെ തീരുമാനം എൻ്റെതും. എന്നാ പെട്ടെന്ന് പോയി അവളെ തീരുമാനം അറിഞ്ഞു വരും. മരക്കാരാജിക്കും മറ്റും പോകാൻ തീർത്തിട്ടുണ്ട്. ആ അത് തന്നെ. മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം. കാതറേ, എന്താ എല്ലാരും കൂടി? കേറിയിരിക്കി, ബാപ്പ കിടക്കാണ്. ഞങ്ങൾ ഇതിന്റെ സൽക്കാരം കൂടാൻ വന്നൊന്നല്ല. കാതറിന്റെ സമ്മതം വാങ്ങാൻ വന്നിട്ടേ മണിക്കൂറുകളായി. കാണാനായിട്ട് തെരഞ്ഞു വന്നാ. എന്റെ സമ്മതോ? എന്തിന്? കാതർ എന്നോടൊന്നും പറഞ്ഞില്ല. എന്നാ കേട്ടോ, ഇതൊന്ന് വായിച്ചു കൊടുത്താ. കാഞ്ഞിരത്തിങ്കൽ മരക്കാർ ഹാജിയുടെ മകൻ ലത്തീഫും തെക്കേതിൽ ഖാദറിന്റെ മകൾ സഫിയയും തമ്മിലുള്ള വിവാഹബന്ധം ഇരു കൂട്ടരുടെയും സമ്മതപ്രകാരം വേർപിരിക്കാൻ മഹല്ല് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു. വിവാഹനാളിൽ ലത്തീഫ് കൈപ്പറ്റിയ പണവും സ്വർണവും മടക്കി നൽകുന്നതിന് പുറമെ 50,000 രൂപ നഷ്ടപരിഹാരമായും നൽകുമെന്ന് ലത്തീഫിന്റെ പിതാവ് മരക്കാർ ഹാജി സമ്മതിച്ച പ്രകാരമാണ് മഹല്ല് കമ്മിറ്റി ഇതിന് അനുവാദം നൽകുന്നത്. കേട്ടില്ലേ? എന്താ തീരുമാനിച്ചു? കേട്ടു. ലത്തീഖാന്റെ ഭാര്യയെ ജീവിക്കാനുള്ള ഒരാഗ്രഹവും ഇപ്പൊ എനിക്കില്ല. പക്ഷെ എന്നെ ഉപേക്ഷിക്കാൻ കാരണം എന്തെന്ന് ഇതിൽ വായിച്ചില്ലല്ലോ. നിന്നെ അവനും അവന്റെ വീട്ടുകാർക്കും വേണ്ടാന്നുള്ളത് തന്നെയാണ് കാരണം. വിവാഹം എന്നത് ഇത്രയും നിസ്സാരമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. തോന്നുമ്പോ വാങ്ങാനും വേണ്ടാത്തപ്പോ വലിച്ചെറിയാനും പറ്റുന്ന ഒരു പ്ലാസ്റ്റിക് സാധനം പോലെയാണോ ഇതൊക്കെ? പെണ്ണെ, വല്ലാതെ ഞെളിയല്ലേ. ഇതിനൊക്കെ എന്ത് വേണമെന്ന് ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഇപ്പൊ ഞങ്ങൾ ക്ഷമിക്കുകയാണ്. അടുത്ത ആഴ്ചത്തെ കമ്മിറ്റിക്കും ഒപ്പിട്ടിട്ടില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്തെ എല്ലാവരും അനുഭവിക്കേണ്ടി വരും. വരും, നമുക്ക് പോവാം. തൊഴുതോളൂ. ഇനി തുടങ്ങാം. ത ചം ദി തി തേ തി തേ ദി തി തേ. എന്താ കുട്ടി ഇത്? എന്താ ഇങ്ങനെ? എന്താ അരമണ്ടത്തിലിരിക്കാത്തത്? ശരിക്കും അരമണ്ടത്തിലിരുന്ന് കൈ തൃപ്പതാ പിടിച്ച് കളിക്കൂ. എന്താ കുഷ്ഠം പിടിച്ച ആൾക്കാരെ മാറി കൈയെല്ലാം മടക്കി പിടിച്ചോണ്ട് ഒന്ന് വൃത്തിയാവട്ടെ. ആ ദി തി തേ ദി തി തേ തച്ചം തച്ചം ദി തി തേ. ഇതേ കുട്ടി കളിക്കുന്ന കണ്ടില്ലേ? അതുപോലെ കളിക്കൂ. ആന്ന് പറഞ്ഞ പോരാ, കളിക്കണം. തച്ചം തച്ചം ദി തി തേ തച്ചം തച്ചം ദി തി തേ. ആ തത്തൈത്താക പഠിച്ചില്ലേ? എന്നാ അത് കളിക്കൂ. തത്തൈത്താക ദിത്തൈത്താക. ത തേ തേ ത ദി തേ തേ ത ത തേ തേ ത ദി തേ തേ ത. എന്താ കുട്ടി ഇത്? ഇങ്ങനെ പിടിക്കൂ കുട്ടി, ഇങ്ങനെ പിടിക്കൂ. ഇങ്ങനെ പിടിക്കൂ. ഇങ്ങനെ കൈന്റെ മുട്ട് പൊങ്ങട്ടെ. തച്ചം തച്ചം തകടജം താറി താറി തജം തത്താറി താറി തജം താറി താറി തജം തത്താറി താറി തജം താറി താറി തജം തത്താറി താറി തജം തകടജം തകടജം. എന്നാൽ ഇന്നിപ്പോ നിർത്താം. നീ തൊഴുതോളൂ. ദളം കുത്തുക്കുത്ത കത്ത കത്ത ദിങ്കിണത്തോം. എന്നാ
എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി മാഷെ. ഏതാടി ഈ കോന്തൻ? ഇതെന്താ ആണാ പെണ്ണാ? ആർത്താള് ഞാൻ. ഇത് ഞങ്ങളുടെ ഡാൻസ് മാഷാ. ഡാൻസ് മാഷാത്രേ. ഇതെന്താ ചന്തപ്പരെ? ഞങ്ങൾ ചാനലിലെ വനിതാരത്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കണ്ടേ, അതിന്റെ റിഹേഴ്സലാണെന്ന്. ബദരിങ്ങളെ, ഈ പ്രായത്തിൽ ഡാൻസും കളിച്ച് നടക്കേ? മര്യാദക്ക് കുട്ടികളെ നോക്കി ഭക്ഷണം ഉണ്ടാക്കി ഇവിടെ നിന്നോ. അതിന്റെ ഒരു ഡാൻസിന്റെ ഒരു മാസ്റ്റം ആർത്താള് ഞാൻ. മേലി ഭാഗത്തേണ്ട കൊന്നാളി ഞാൻ. അയ്യോ മാഷേ. വളരെ കുറഞ്ഞ
തളരാതെ കാത്തിടണേ ഇലാഹി ആശ്വാസമരുളിടണേ ഇനിയും മിഴികൾ നനയരുതേ ഇടനെഞ്ചു പൊട്ടി നീ കരയരുതേ ദുർമുഖം കണ്ടാലും പരിഹാസമേറ്റാലും ദുർമുഖം കണ്ടാലും പരിഹാസമേറ്റാലും മനസ്സ് തളരരുതേ അബലയായി തമസിലലിയരുതേ ഇനിയും മിഴികൾ നനയരുതേ ഇടനെഞ്ചു പൊട്ടി നീ കരയരുതേ ബാപ്പാ ബാപ്പാക്ക് ഈ മോളോട് ദേഷ്യമുണ്ടോ? ഞാൻ കാരണം ബാപ്പാക്ക് ഒരു സുഖം ഉണ്ടായിട്ടില്ല. ഇനിയും നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടണ്ട. നമുക്ക് അവര് പറയും പോലെ അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കാം. എന്താ മോളെ ഇങ്ങനെ? വേണ്ട മോളെ, വേണ്ട. ഈ ത്യാഗം നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല. പ്രതികരിക്കാൻ കഴിയാത്ത എത്രയോ പാവപ്പെട്ട പെൺകുട്ടികൾ ഈ നാട്ടിലുണ്ട്. അവർക്ക് വേണ്ടി കൂടിയാണ് നമ്മൾ ഈ ഭാരം ചുമക്കുന്നത്. ഇപ്പൊ നമ്മൾ കീഴടങ്ങിയ തോക്കുന്നത് അവരെല്ലാം ആയിരിക്കും മോളെ. ഈ കാര്യത്തിന് വേണ്ടി മരിക്കേണ്ടി വന്നാലും പാപ്പക്ക് സന്തോഷ. പഠിച്ചവൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. يا حماد السلام عليكم. كيف الحال؟ مظبوط يتين والله. مبروك مبروك مبروك. ايش انت مشكل؟ ايوه كويس 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 والله. هو دقيقة അസ്സലാമലൈക്കും. വാലേക്കും സലാം. എന്തൊക്കെ ഉണ്ടോ മതേ? ലക്ഷ്മി അറബിയറിയാത്ത ഹിമാറുകള് എന്തുവാണ് നിങ്ങൾക്ക്? ഞങ്ങൾക്ക് ഗൾഫിനെ കുറിച്ച് ഒന്നും അറിയില്ല. മമ്മദ് കണ്ട ഗൾഫിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരുമോ? നിങ്ങളൊക്കെ ഗൾഫിൽ പോകുന്നുണ്ടോ? എന്നാ കേട്ടോളി. ഇവിടുന്ന് ഉംറ വിസക്ക് പോയ ഞാൻ ഫ്രീ വിസക്ക് തിരിച്ചു പോന്നു. അതെങ്ങനെ മമ്മദേ? ഞാൻ ഉംറ വിസക്ക് പോയി എന്നുള്ളത് ശരിയല്ലേ? അത് ശരിയാ. അവിടുത്തെ പോലീസുകാരനെ പിടിച്ച് ഫ്രീ ആയിട്ട് തിരിച്ചയച്ചപ്പോ ഞാൻ തിരിച്ചു വന്നത് ഫ്രീ വിസക്കല്ലേ? ഒരു അന്തമില്ലാത്ത ആൾക്കാർ. നിങ്ങളൊക്കെ ഗൾഫിൽ പോയിട്ട് എന്താ കാര്യം? വേറൊരു കാര്യം. അതെന്താ? ഞാൻ പോയിട്ട് പേരൊക്കെ ഒന്ന് മാറ്റി. മുഹമ്മദ് ബിനു, അവറാൻ ബിനു, കാസിമി ബിനു, വെലായുധൻ. അല്ല, ആരാ ഇവരൊക്കെ? ഒരു കോമ്പല ആൾക്കാർ. അവറാൻ ഇഞ്ച വാപ്പ, കാസിമു വാപ്പാന്റെ വാപ്പ. അപ്പൊ വേലായുധനോ? കാസിമിന്റെ വാപ്പ വേലായുധൻ. എന്റെ വാപ്പാന്റെ 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 വാപ്പ. മൂപ്പര് മതം മാറിയതല്ലേ? മമ്മദേ, എന്നോടൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? അനക്ക് പിരാന്തുണ്ടോ? നീ ഒന്ന് അടങ്ങും മമ്മദേ. ഞങ്ങൾ ആരോടും പറയില്ല. സത്യമായിട്ടും? സത്യമായിട്ടും. എന്നാ കേട്ടോളി, എനിക്ക് പ്രാന്തൂല്ല, ഒരു കുന്തോല. പിന്നെ ഈ കോലവും കാട്ടിക്കൂട്ടിലൊക്കെ എന്തിനാ? ഇങ്ങനെ ആകുമ്പോൾ പണിക്കൊന്നും പോകണ്ടല്ലോ. പിന്നെ ഞമ്മക്ക് തോന്നുന്നത് ചിജാനും പറയാനും ചെറിയൊരു പ്രാന്തൊക്കെ ആവശ്യമാണ്. ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പൊ ഗൾഫിൽ പോകുമ്പോ പ്രാന്തില്ല? അന്നുണ്ടായിരുന്നു. അതതിന് അങ്ങനത്തെ പ്രാന്തല്ല. ഇന്റെ അയൽവാസി ഞാൻ വീടിയെന്ന് ചോദിച്ചപ്പോളേ കഞ്ചാവ് ഒന്ന് പറ്റിച്ചാണ്. അപ്പൊ ഗൾഫിൽ നിന്ന് പിരാന്ത് ഒടിച്ചിട്ട് നാട്ടുകാരെ പിടിച്ച് കയറ്റിയല്ല?
അവിടുന്ന് പിരാന്ത് പിടിച്ച് കിടന്നാല് നാട് കാണാൻ പറ്റുമോ? നേരെ തായ്പിക്കല്ലേ കൊണ്ടുപോവാ. എന്നാ ഒരു കാര്യം ചെയ്യ്, ഈ അഭിനയം ആരോടും പറയണ്ട. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പണിയെടുക്കാതെ ജീവിച്ചാൻ പറ്റുമോ? ഇന്ന് ഞാൻ എന്തിനും റെഡിയാ. ഇന്നലെ മറ്റോടത്തുനിന്ന് എന്ത് കിട്ടി? അതൊക്കെ എന്തിനാ നിങ്ങളറിയണേ? നിങ്ങളുടെ പെണ്ണ് കെട്ടൂല, ഞമ്മക്കൊരു 10 ഉറുപ്പിയുടെ സമ്മതിക്കൂല. നിങ്ങൾ ചൂടാവില്ലേന്ന്, നിങ്ങൾക്ക് നല്ലൊരു കോള് ശരിയാക്കിയിട്ടുണ്ട്. അല്ല, കാര്യത്തിലാണോ? ആർക്കാ? ഹായ്, ഞമ്മളെ മമ്മദിനാണ്. എന്നെ കൊലക്ക് കൊടുത്തേ നിങ്ങൾ അടങ്ങുള്ളൂല്ലേ? ആ പിരാന്തനൊക്കെ ആര് പെണ്ണു കൊടുക്കാനാടാ? നിങ്ങൾ ഇന്നലെ വരെ കണ്ട മമ്മദല്ല അന്ന്. പിരാന്തൊക്കെ ഓൻ്റെ ഒരു നമ്പറാ. നേരോ? ഓന്റെ ആ എറുമ്പ് വാരിട്ട താടിയും ആ മീസയും ആ പാവാട പോലത്തെ സൗസറും കണ്ട ഓൻ ഇപ്പോഴും പിരാന്താ. അതൊന്നും നിങ്ങളൊരു വിഷയാക്കണ്ട. ഓനെ കുട്ടപ്പനാക്കി എടുക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. നേരോ? ആ, നിങ്ങൾ സമയം അങ്ങോട്ട് പറഞ്ഞാൽ മതി. എന്തായാലും തന്നെ കഴിഞ്ഞോട്ടെ. ഇനി നമുക്ക് നാളെ കുണ്ടി ചാടിച്ചുണ്ട്. അത് കഴിഞ്ഞിട്ട് നാളെ നമുക്ക് നോക്കാം. എന്തിയേ? ശരി. ആ ശരി, അയാള് പോട്ടെ. ഏതായി ആള്? കല്യാണം കഴിഞ്ഞിട്ട് വേണം ഒരു വണ്ടി എടുക്കാൻ. ഇതേ ആളെത്തിയല്ലോ. അന്നോട് ഞാൻ പറഞ്ഞത് കരുതിയാണ്, പെണ്ണ് കാണാൻ വരുമ്പോ അന്റേക്കായും ചൊറുക്കളോരെ ഒപ്പം കൊണ്ടരുതേന്ന്. അതിനൊക്കെ ഇവരെ കല്യാണം കഴിഞ്ഞല്ലേ? അതെ. പറഞ്ഞിട്ട് എന്താ കാര്യം? തക്കാളിനിടയിൽ ഉരുളൻകായും കിട്ടാ ഏതാ നമ്മൾ നോക്കുക? അതുകൊണ്ട് അന്റേക്കായും ചൊറുക്ക് അമ്മയോട് ആരോടോ നോക്ക്. ഇപ്പൊ ഈ കൂട്ടത്തില് ഇന്നെക്കാളും ചെറുക്ക് അമ്മി ഇങ്ങളല്ലേ? നേരോ? എന്നാ ഇവൻ ഇവിടെ നിന്നോട്ടെ, നമുക്ക് ഉണ്ടാക്കാൻ പോവാ. എന്നാ പിന്നെ അതിന്റെ നല്ലത് ഈട് വാന്ന. ഈ ഇവിടെ കിട്ടോ, ഞങ്ങൾ പോയിരാം. ഇപ്പൊ ഞാൻ പുറത്തായോ? മാഷോ ഇവിടെ നിൽക്കണ്ട. എന്റെ കെട്ടിയും കൊണ്ടാ നമ്മളെ രണ്ടാളെയും കൊല്ലും. അതുകൊണ്ട് ലക്ഷ്മിന്റെ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ അങ്ങോട്ട് വന്നോ. ശരി എന്നാല്. എന്താ എല്ലാരും കൂടിയിരിക്കണത്? കമ്മിറ്റി തീരുമാനം ധിക്കരിക്കാൻ ആർക്കെങ്കിലും ഉദ്ദേശമുണ്ടോ? ശത്രുക്കളാണെങ്കിൽ പോലും പട്ടിണിക്കിട്ട് കൊല്ലാൻ ഒരു മതത്തിലും എവിടെയും പറയുന്നില്ല. ഒരു പെണ്ണിനെ മൊഴി ചൊല്ലാൻ പാടില്ലെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പണം കൂടുമ്പോൾ കെട്ടിയ പെണ്ണിനെ മൊഴി ചൊല്ലാമെന്ന് ഏത് കിതാബിലാണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ പണ്ട് മുതലേ സമുദായത്തിന് എതിര് നിന്നിട്ടുള്ളവരാണ്. ഇത് ഇങ്ങനെ തുടർന്ന നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇവര് പറഞ്ഞു കേട്ട് കമ്മിറ്റിയെ ധിക്കരിക്കാൻ വന്ന വെള്ളം കുടിച്ച് മരിക്കാൻ കഴിയുന്ന ആരും കരുതണ്ട. വെള്ളം കുടിച്ച് മരിച്ചവരൊക്കെ സ്വർഗത്തിലാണെങ്കിൽ കടലിലും പൊയിലും ചാടി മരിച്ചവരൊക്കെ സ്വർഗത്തിൽ പോവോ? നരകം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയും സ്വർഗം പറഞ്ഞ് വ്യാമോഹിപ്പിച്ചും ഈ ജനത്തെ നിങ്ങൾക്ക് എക്കാലവും ചൂഷണം ചെയ്യാനാവില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്ക്. കാത്തിരുന്നോ, നിങ്ങളുടെ ഈ അഹങ്കാരത്തിനെതിരെ പ്രതികരിക്കുന്ന ഒരു ജനസമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഞങ്ങൾ കാണിച്ചു തരാം. നിങ്ങളുടെ ഈ വായാടിത്തം ഇന്ന് അവസാനിപ്പിക്കാൻ ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ നിങ്ങൾ എത്രത്തോളം പോകുമെന്ന് ഞങ്ങളൊന്ന് കാണട്ടെ. ശരി, കാണാം. വളരെ കുറഞ്ഞ കാലം കാദർക്കാ, കാദർക്കാ, വാപ്പാക്ക് സുഖമില്ല, അകത്തുണ്ട്. ഹോസ്പിറ്റലിൽ പോണോ? അതൊന്നും വേണ്ട, ഭക്ഷണം കഴിക്കാത്തതിന്റെ ക്ഷീണ. ഇതിൽ കുറച്ച് ദിവസത്തേക്കുള്ള വീട്ടു സാധനങ്ങളുണ്ട്. പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കി വാപ്പയ്ക്ക് കൊടുക്ക്. ഇനിയിപ്പോ നിങ്ങളും നിങ്ങളെ കുടുംബക്കാരും കഷ്ടത്തിലാവുമല്ലോ. നമ്മൾ ആരെ പേടിക്കണം? നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. സഫിയാന്റെ ആവശ്യം ന്യായമാണ്. മൊഴി ചൊല്ലുന്നതിന്റെ കാരണം മാത്രമല്ലേ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അത് സഫിയാന്റെ അവകാശം കൂടിയാണ്. ശരിയായിരിക്കാം. സഫിയയെ പിന്തുണച്ചതിന്റെ പേരിൽ എന്ത് നടപടി ഉണ്ടായാലും അതിനെ നേരിടാൻ ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും തയ്യാറായി കഴിഞ്ഞു. എവിടെ കാദർക്ക? അകത്തുണ്ട്, വരി.
എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറയാനാ? വരി വരി ഇരിക്കേ. ഇതെന്താ കഥ? ഇരിക്കേ. എന്താ? ഞങ്ങളും ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരം അനീതികൾക്കെതിരെ പ്രതികരിക്കാൻ ശേഷിയുള്ള ഒരു യുവനിരയെ വാർത്തെടുക്കേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ്. നിരവധി പേരുടെ മനസ്സിൽ അമർഷം പുകയുന്നുണ്ടെങ്കിലും വിളിച്ചു പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് പിടിച്ചു നിൽക്കുകയാണ്. അവരെ നേരിടാൻ ആർക്കും പേടിയുണ്ടാവും. അധികാരമുള്ളവര് മാത്രമല്ല അവര്, ഈ നാട്ടിലെ പണക്കാരും പ്രമാണിമാരുമാണെന്ന് ഓർക്കണം. ഞങ്ങളെ കാര്യത്തില് നിങ്ങളും കഷ്ടത്തിലാവുമല്ലോ. അക്കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഞങ്ങൾ ഞങ്ങളുടെ ബാധ്യത നിർവഹിക്കുന്നു മാത്രം. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്താവശ്യമുണ്ടെങ്കിലും പറയാൻ മടിക്കരുത്. ഇപ്പോഴാ ഞങ്ങൾക്ക് സമാധാനമായത്. ശരി ശരി. കുഴപ്പമില്ലല്ലേ? ഞാനൊരു സംഭവമാണ്. എനിക്ക് വെച്ച പഠിച്ചോനെ വാപ്പ ആകെ കോളായിന്നാ തോന്നുന്നത്. ബദിരീങ്ങളെ ഇന്നൊരു പുതിയ കോലത്തിലാണല്ലോ. നമുക്ക് പെരേലേക്ക് പോകാം. മമ്മതിനെ പെണ്ണ് കാണാൻ കൊണ്ടുപോകാണ്. പെണ്ണ് കാണാനോ? അല്ല, അറിയായിട്ട് ചോദിക്കുക. ഈ കൂട്ടത്തിലെ ഭ്രാന്ത് ഇങ്ങക്കോ മമ്മേനോ അതോ ഞമ്മക്കോ? നമ്മളും കേറട്ടോ. നിർത്തടോ. ഈ സുഖമില്ലാത്ത ചെറുക്കനും കൊണ്ട് എന്തൊക്കെ പുലിമാലങ്ങൾ ഉണ്ടാക്കാൻ പോണത്. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടുള്ളൂ. ബാക്കി കാര്യം ഒന്നുകിൽ ബ്രോക്കറിന്റെ കാര്യം ഓടിക്കണം, അല്ലെങ്കിൽ മമ്മയിനെ ചങ്ങലക്കിടണം. ഇനി അടവുകൾ ചെയ്യൂ. ചെയ്തോളൂ. തെയ്യം തത്ത തെയ്യം താഹ. എന്താ കുട്ടി കാണിക്കണത്? എത്ര കാലമായി പഠിക്കാൻ വര തുടങ്ങിയിട്ട്? ആ കുട്ടി ചെയ്യുന്നത് കണ്ടില്ലേ? അത് നോക്കി പഠിക്കേണ്ടതല്ലേ? കളിക്കൂ. തെയ്യം തത്ത തെയ്യം താഹ 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 തെയ്യം തത്ത തെയ്യം താഹ. ഇനി ഒരാഴ്ചത്തെ റിഹേഴ്സലൂടെ വേണ്ടു. അത് കഴിഞ്ഞ് സെലക്ഷൻ മത്സരത്തിന് പോകണം. അപ്പോഴത്തേക്ക് കുറച്ച് കാശ് കരുതണം. മേക്കപ്പ് ഐറ്റംസ്, ഡ്രസ്സ്, യാത്ര. കുറേ പൈസ വേണ്ടി വരും. എത്ര രൂപ ഉണ്ടാക്കണം? അത് ഒരാൾക്ക് 5000 വേണ്ടി വരും. 5000 ഉറുപ്പ്യേ? ഞങ്ങൾ ഇതുവരെ അത്രയും കാശ് കണ്ടിട്ടും കൂടില്ല. പിന്നെ എന്ത് കരുതിട്ടാ ചാനലിൽ ഡാൻസ് ചെയ്യാൻ മോഹം വെച്ചോണ്ട് നടന്നത്? ചാനലിൽ കാശ് കൊടുക്കാനൊന്നും പറയുന്നില്ലല്ലോ. ലക്ഷങ്ങളും ഫ്ലാറ്റും ഇങ്ങോട്ട് കിട്ടുന്നല്ലേ പറയണത്. ഏത് കാര്യം നേടാനും ആദ്യം കുറച്ചൊക്കെ മുടക്കണം. 5000 മുടക്കിയാലേ പിന്നാലെ വരുന്നത് ലക്ഷങ്ങളാ. ലക്ഷങ്ങള്. എന്തായാലും ഒരുങ്ങിയില്ലേ? ഒക്കത്തിന് വഴി ഉണ്ടാക്കാം. പിന്നെ അടുത്ത ആഴ്ച വരുമ്പോഴേ രണ്ടുപേരും കുറച്ച് പൈസ റെഡിയാക്കി വെക്കണം. സാധനങ്ങളെല്ലാം ഞാൻ തന്നെ വാങ്ങിച്ചോളാം. ശരി മാഷേ. ശരി. കമ്മിറ്റി തീരുമാനത്തെയും സമുദായത്തെയും എതിർക്കുന്ന സുലൈമാനെയും കൂട്ടരെയും പുറത്താക്കണം. പണക്കാരുടെ മൂട് വാങ്ങി സമുദായത്തിലെ പാവങ്ങൾ ദ്രോഹിക്കുന്ന പ്രസിഡന്റും കൂട്ടും പുറത്തു പോകണം. എല്ലാവരും ശാന്തരായിരിക്കും. എല്ലാവർക്കും അഭിപ്രായം പറയാൻ അവസരമുണ്ട്. എനിക്ക് ആദ്യമായി പറയാനുള്ളത്, കമ്മിറ്റിയെ തീരുമാനം എടുത്താൽ അത് വിജയിപ്പിക്കേണ്ട എല്ലാവരുടെയും ബാധ്യതയാണ്. സുലൈമാന്റെ തീരുമാനം ഒരിക്കലും അംഗീകരിക്കാൻ പാടുള്ളതല്ല. അത്രക്കാരെ ഉടനെ കമ്മിറ്റിയിൽ പുറത്താക്കണം. സാധാരണക്കാരുടെ മേൽ കുതിര കയറുന്ന ഈ കമ്മിറ്റിയിൽ തുടർന്നു പോകാൻ എനിക്കൊരു താല്പര്യമല്ല. പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടോ ഈ കമ്മിറ്റി? നമ്മൾ അതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവിടെ പ്രസിഡന്റാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. നമ്മളത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി. അതിന് പ്രസിഡന്റ് ഓസാരത്തിൽ ജീവിക്കുന്ന നിങ്ങളെ പോലെയുള്ളവരെ നോക്കിയാൽ മതി. എന്നെ അതിന് കിട്ടൂല. എത്ര ഉറഞ്ഞുള്ളിട്ടും കാര്യമില്ല. കാതർപടി കാലിൻ്റെ ഉള്ളിൽ വരാതെ ഞാൻ വിട്ടുകൊടുക്കൂല. കാതർ ജീവനോടെ നിങ്ങളുടെ കാലിന്റെ ചോട്ടിൽ വരുന്നത് നിങ്ങളുടെ വെറും സ്വപ്നം മാത്രമാണ്. തൽക്കാലം ഈ യോഗം പിരിയാം. ഇനി മദ്രസ വാർഷികത്തിന് ശേഷം വീണ്ടും കൂടാം. ആ പിലാക്കലാവറാൻ്റെ വീട് ഏതാ?
ആ ചൂടൻ ചെറുക്കൻ്റെ വാപ്പല്ലേ? ചൂടൻ ചെറുക്കനോ? മമ്മദ് എന്ന് പേരുള്ള ഗൾഫിലൊക്കെ പോയി എന്നിട്ട് ചൂട് മാറാത്ത ചെക്കൻ്റെ വീടല്ലേ? പേര് മമ്മദ് തന്നെ, പക്ഷെ അവന് ചൂടും തണുപ്പൊന്നുമില്ല. ദാ വളവ് തിരിഞ്ഞിട്ടുള്ള ആദ്യത്തെ വീടാണ്. അവരൊക്കെ വരുന്നുണ്ടല്ലോ, മൂപ്പരോട് നേരിട്ടാണ് ചോദിച്ചോളി. അസ്സലാമലൈക്കും. വലൈക്കും മുസ്സലാം. മമ്മദിന്റെ വാപ്പല്ലേ? അതെ. ഓൻ പെരയിലുണ്ടോ? ഞാൻ പോരും പറ്റില്ല, ഞാനും ഓനെ കാണാനായിട്ട് വന്നതാണ്. എന്താ നിങ്ങൾക്ക് ഓനായിട്ട് കാര്യം? ഓ ഒന്നല്ല, ഞങ്ങളെ പെങ്ങളെ കാണാൻ വന്നീനു. അപ്പൊ നാട്ടടപ്പ് അനുസരിച്ച് ചെറുക്കനെ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ വന്നതാ. ആ ഇബിലീസ് ബ്രോക്കർ പണിയത്. നുണ പറഞ്ഞ് എല്ലാ ഭ്രാന്തന്മാരെയും പെണ്ണ് കാണിച്ച് അവിടുന്നും ഇവിടുന്നും കായ് വാങ്ങും. കൂട്ടരെ, ഓനെ തന്നെ നോക്കി അടക്കാൻ എന്നെ കൊണ്ട് പറ്റണില്ല. പിന്നെ ഓനൊരു പെണ്ണും കൂടി കെട്ടിച്ചു കൊടുത്താ എന്താവും എന്റെ സ്ഥിതി? അപ്പൊ നാട്ടുകാരൊക്കെ പറയുന്നത് ശരിയാണില്ലേ? ഓന് പിരാന്താണില്ലേ? ഓന്റെ ബാപ്പ എന്നെ വിശ്വാസം നിങ്ങൾക്ക്? നമുക്ക് നിങ്ങളെ വിശ്വാസമാണ്, പക്ഷെ നമുക്ക് ആ ബ്രോക്കർ ഒന്ന് കാണണം. ഹാവ് അൽഹംദുലില്ലാ. അല്ല, നിങ്ങളെ കമ്മീഷൻ എത്രയെന്നാ പറഞ്ഞേ? പെണ്ണുങ്ങളെ വീട്ടിൽ നിന്ന് നമ്മള് കമ്മീഷൻ വാങ്ങലില്ല. നമ്മളെ 10,000 റുപ്യ അത് ഫിക്സ് ആയിട്ടാ, അത് തന്നാ മതി. അഡ്വാൻസ് ആയിട്ട് ഇപ്പൊ തന്നെ വേണോ? ഇപ്പൊ തേന്തേയും ആയിട്ട് തിരക്കല്ല, ഞമ്മക്ക് ചെലവൊക്കെ അജണ്ടേന്ന്. എന്നാ അതാണ് കൊടുക്കല്ലേ? മുമ്പ് കിട്ടിയില്ല പഠിച്ചോനെ. ഇനി അഡ്വാൻസ് വേണ്ട മക്കളെ. എണീക്ക്. നിങ്ങൾ കാണല്ലേ ഞമ്മക്ക് ഈ അടിയൊക്കെ കിട്ടി. അതിനിപ്പോ എന്താ പത്രം ഉണ്ടായി? ഇങ്ങളല്ലേ പറഞ്ഞു അതൊരു കുഴപ്പമില്ല. ഓനൊരു കുഴപ്പമില്ല, പോയി നോക്ക്. നമുക്കൊന്ന് പോയി നോക്കാം. എന്നാ ചെല്ലേ. ഓരോ പല്ലിടങ്ങാറ് ഈ മലയാള പണിയാണ് ഇപ്പൊ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. എന്ത് വിശേഷം? ഇങ്ങനെ വരണ്ടി വന്നു മോനെ. എന്ത് പറ്റി? എന്ത് പറ്റാനാ? ഇത് എത്ര? അതുങ്ങളെ വരണ്ടി? അതല്ലടാ ചോദിച്ചേ, ഇത് എത്രേന്ന്? അതൊന്നേ. അപ്പൊ ഇതോ? അത് രണ്ടേ. അല്ലോ, അപ്പൊ എന്താ? എന്തെങ്കിലും ഈ കുട്ടികളുടെ ചോദിച്ചമാരി ഇതുങ്ങളെ പേന. അപ്പൊ എത്രയാടാ? ഇത് 5. പഠിച്ചോനെ, കുട്ടിക്കൊരു കുഴപ്പമില്ല. എന്തെങ്ങൾക്ക് പിരാന്തായോ? ആ പെണ്ണിട്ട് നമ്മൾ സ്വീപ്പാക്കിയതാണ്, അവരെന്ന് നമ്മൾ ശരിയായി കൊടുക്കാം. എന്റെ മൂപ്പേക്ക് പിരാന്തുണ്ടോ? കുട്ടികളോട് ചോദിച്ചമാരി നമ്മളോട് ചോദിച്ചത് വിടാൻ നോക്കി. നിങ്ങൾ കള്ളക്കടി കളിച്ചതിന്റെ ഇടയില്? ഇല്ല. ഇത് 5000 ഒക്കെ. മറ്റേ 5000 എവിടെ? ഇപ്പൊ കൊണ്ടുവരും. എപ്പോ കൊണ്ടുവരും? ഇതാ വീട് പണിക്ക് എടുത്തു വെച്ച കാശാ. ഭർത്താവ് അറിയാണ്ട് എത്തോണ്ട് വന്നതാ. സമ്മാനം കിട്ടിയിട്ട് വേണം ഭർത്താവ് അറിയാതെ അവിടെ കൊണ്ടുപോയി. സമ്മാനം കിട്ടി അവിടെ കൊണ്ടുപോയി വെക്കാലോ. ഞാൻ അണ്ണന്മാരോട് പലിശക്ക് വാങ്ങിയതാ. മാസം 500 രൂപ പലിശ കൊടുക്കണം. പിന്നെ 1-2 സമ്മാനം ഞങ്ങൾക്ക് തന്നെ വാങ്ങിത്തരണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ബൈക്ക് കൂടെ നടക്കാനൊക്കെ അല്ല. അത് ഞാൻ ഏറ്റെന്നേ. ജഡ്ജസ് ഒക്കെ ഞാൻ അറിയുന്ന ആൾക്കാരാ, എന്റെ ശിഷ്യന്മാരാ. പിന്നെ നാളെ രാവിലെ തന്നെ ബസ് സ്റ്റോപ്പിൽ എത്തണം. ആദ്യത്തെ ബസ്സിന് പോയെങ്കിലേ നമുക്ക് കാണേണ്ട ആൾക്കാരൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. ശരി മാഷേ, ഞങ്ങൾ രാവിലെ തന്നെ എത്താം. എന്നാ ശരി, ഞാൻ പോട്ടെ. പോട്ടെ കുട്ടി. ഈശ്വര, ആ സമ്മാനം ഞങ്ങൾക്ക് തന്നെ കിട്ടിയാ മതിയായിരുന്നു. നിങ്ങൾ ആരെങ്കിലും എന്തൊക്കെ പറഞ്ഞു കേട്ട് ഒരു തങ്കപ്പെട്ട ചെക്കനെ വേണ്ടെന്ന് വെക്കണ്ട. ഞമ്മക്ക് നേരിട്ട് പോയി കണ്ടിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം. എന്തേ? എന്നാ നമുക്കൊന്ന് പോയി നോക്കാം. ആളവിടെ തന്നെ ഉണ്ട്, നിങ്ങൾ നേരിട്ട് പോയി കണ്ടോളീ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. മമ്മദ് അല്ലേ? لا أنا محمد بن أوران بن كاسم بن ولايد. ഞങ്ങളെ മനസ്സിലായോ? ഇന്നലെ പെണ്ണാണോ വന്ന വീട്ടിലെ ആൾക്കാരാ. അവനെവിടെ? പോരല്ലേ?
ഈ മാഷ് എവിടെ പോയി കിടക്കുക? വരും, ടെൻഷൻ അടിക്കല്ലേ. എത്ര നേരെ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് അയാളെ മുങ്ങിക്കാണോ? കരിനാക്കൊണ്ടൊന്നും പറയല്ലേ. എങ്ങനെ ഉണ്ടാക്കി പൈസ? വാ നമുക്ക് പോവാം. ഇനി അയാൾ വരാൻ സാധ്യതയില്ല. കുറച്ചു നേരം കൂടി കാത്തു നിന്നിട്ട് പോവാം. അയാള് മുങ്ങി എന്നെ, നീ വന്നേ. ശ്ശോ. പ്രഭാകര, സെൽമണ്ട് അവിടെ? ഇല്ല, അവർ രണ്ടാളും കുടുംബശ്രീ മീറ്റിങ്ങിന് കോഴിക്കോട് പോയതാണ്. മീറ്റിങ്ങിന് പോകാൻ 5000 ഉറുപ്പ്യാണോ? മീറ്റിങ്ങിന് പോകാൻ എന്തിനാ 5000 ഉറുപ്പ്യ? വണ്ടിക്കൂലി പോരെ? എന്റെ പെട്ടിയിൽ 5000 ഉറുപ്പ്യോണ്ട് അവള് പോയേക്കണേ. ഞാൻ പെരപ്പണിക്ക് എടുത്ത് വെച്ചിരുന്ന കാശാ. ഓളോട് വരട്ടെ, ഞാൻ കാട്ടി കൊടുക്കുന്നുണ്ട്. ആ അതാ വന്നല്ലോ. ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. എവിടെയായിരുന്നു? ആ മാഷ് നമ്മളെ പറ്റിച്ചു. വനിതാരത്നം പരിപാടിയിൽ പങ്കെടുപ്പിക്കാന്നും പറഞ്ഞ് 10,000 രൂപ വാങ്ങി മുങ്ങി. ബദിരിങ്ങളെ സൈക്കേ, ഞാൻ പെരപ്പണിക്ക് എടുത്ത് വെച്ചിരുന്ന പൈസ എടുത്താണ്ട് ആ മരക്കൊന്നും കൊടുത്തില്ലടിച്ച്. ഈ മാറെ അന്നെ ഞാൻ തച്ചിയാൻ കൊണ്ടു പറയാൻ. അന്റെ ഡാൻസും അന്റെ പിരാന്തും ഒക്കെ കൂടി ഇവിടെ വാടി. ഇവനെ ഇവിടെ കിടത്തിയിട്ട് എന്ത് ചെയ്യാനാ? ഒരാളുടെ സഹായം വേണ്ടേ? അതിനിപ്പോ ഞമ്മക്ക് എന്താ ചെയ്യാൻ പറ്റുക? സഫിയെ കണ്ട് കാര്യങ്ങൾ പറയുക. എന്നിട്ട് ഈ അവസ്ഥയിൽ അവൾക്ക് എന്തെങ്കിലും ചെയ്യാനായാലോ? ഒന്ന് ശ്രമിച്ചു നോക്കുക. സ്ഥലം അറിയില്ലേ? അറിയാം. എന്നാ പോ. ഹലോ, നീ വിട്ടോ. സലാമലൈക്കും. വലൈക്കും അസ്സലാം. എന്തായി വൈക്കൊക്കെ? ഒരു അത്യാവശ്യ കാര്യത്തിന് വന്നാണ്. അതിന് എൻ്റെ സഹായം കൂടിയേ തീരും. നിങ്ങൾ വിഷയം പറയും. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യവും ഞാൻ ചെയ്യാം. ഞാൻ ലത്തീഫിൻ്റെ സുഹൃത്താ. ലത്തീഫിന് ഗൾഫിൽ വെച്ചൊരു ആക്സിഡന്റ് പറ്റി. അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഏത് ലത്തീഫ്? ഖാദറിന്റെ മകൾ സഫിയയുടെ ഭർത്താവോ? അതെ, മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടതാ. ശരീരത്തിൻ്റെ മുക്കാഭാഗവും അവശനിലയില്ല. അതിനിപ്പോൾ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താൽ പോരെ? അത് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതിന് അവനോട് അടുപ്പല്ല ആരെങ്കിലും വേണ്ടേ? അതിനുവേണ്ടി അവൻ്റെ ഭാര്യയെ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം. നിങ്ങൾക്ക് കാര്യങ്ങളെക്കുറിച്ച് ഒരു ബോധമല്ലേ? അവൻ കാരണം ആ പെണ്ണും കുടുംബവും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എത്ര നിങ്ങൾക്കറിയും? ഇതും പറഞ്ഞാൽ കൊണ്ട് ചെന്നാൽ മതി, അവർ കുറ്റിച്ചൂലെടുത്തടിക്കും. നിങ്ങൾ കൈവിടരുത്. എല്ലാ കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് ലത്തീഫിനെ കൊണ്ട് മാപ്പ് പറയിച്ചോളാം. അവൻ്റെ ഇപ്പോഴത്തെ നില അത്രയ്ക്കും പരുങ്ങലിലാണ്. നിങ്ങളുടെ ഈ നിസ്സഹായ അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങളിപ്പോൾ അതൊന്നും ചിന്തിക്കണ്ട. നിങ്ങൾ അവിടെ വരെ ഞങ്ങൾ കൂടെ വരണം. കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കോളാം. എന്നാൽ ശരി, പോയി നോക്കാം. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങളറിയോ? സുലൈമാൻ അറിയും. വിരോധമില്ലെങ്കിൽ കയറിയിരിക്കുക. ഇവിടെ വന്നാലും ഇരുന്നാലും പറഞ്ഞാലും കണ്ടാലും ഒക്കെ നരകത്തിലാന്നാ പറയണത്. അതൊന്നും നമ്മളല്ലല്ലോ തീരുമാനിക്കണേ. അതിനൊക്കെ മുകളിലൊരാളില്ലേ? അതൊക്കെ പോട്ടെ. നിങ്ങളോട് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനാപ്പോൾ വന്നത്. അത് സബൂറായിരുന്നു കേൾക്കണം. എന്താ എത്ര വലിയ കാര്യം? ഇത് ലത്തീഫിൻ്റെ കൂട്ടുകാരനാണ്. ലത്തീഫ് ഗൾഫിൽ വെച്ച് വലിയൊരു ആക്സിഡന്റ് പറ്റിയിരിക്കണേ. പറഞ്ഞോളി. അവനിപ്പോൾ അവൻ്റെ തെറ്റുകൾക്കുള്ള ശിക്ഷകൾ ഓരോന്നായി അനുഭവിച്ചുകൊണ്ടിരിക്കുക. എല്ലാ തെറ്റുകൾക്കും അവൻ മാപ്പ് ചോദിക്കാൻ തയ്യാറായിരിക്കുക. നിങ്ങൾക്ക് അവനോട് പുറത്തൂടെ? മനസ്സിലായില്ല.
ഇപ്പൊ അവനെ ശുശ്രൂഷിക്കാൻ ഒരാളുടെ ആവശ്യം വന്നിരിക്കുക. അവന്റെ ഭാര്യയായ സഫിയന്നെ ആവുമ്പോ എന്താ അവളെ ലത്തീഫിന്റെ അടുത്തേക്ക് വിട്ടൂടെ? ഇതൊന്നും എന്റെ പരിധിപ്പെട്ട കാര്യങ്ങളല്ല, ഒക്കെ സെഫിയയുടെ അവകാശ. അങ്ങനെയാണെങ്കിൽ അവളെ ഒന്ന് വിളിക്കി, ഞങ്ങളൊന്ന് സംസാരിക്കാം. മോളെ സെഫിയ. മോളെ ഇവര് വന്നത് ഒക്കെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ലത്തീഫ്ക്ക് വന്നത് ഞാൻ അറിഞ്ഞതാ. ഒന്ന് നേരിൽ കാണാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്നെ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കാനൊന്നുമല്ല, മൊഴി ചൊല്ലുന്നത് എന്തിനെന്ന് അറിയാൻ വേണ്ടി മാത്രം. പക്ഷേ ഈ അവസരത്തിൽ എനിക്ക് അതിനും താല്പര്യമില്ല. സഫിയ, കാര്യങ്ങളൊന്നും നമ്മളല്ലല്ലോ തീരുമാനിക്കണേ. നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിച്ചവർ പരാജയപ്പെട്ട് നമ്മുടെ കാൽച്ചോട്ടിൽ വരുമ്പോൾ ഇതെല്ലാം പടച്ചോന്റെ കളിയാണെന്ന് നീ ഓർക്കണം. എല്ലാം മറന്ന് നീ നിന്റെ മഹാമനസ്കത അവർക്ക് കാണിച്ചു കൊടുക്കണം. എന്തൊക്കെ പറഞ്ഞാലും ബന്ധം വേർപ്പെടുത്താത്ത സ്ഥിതിക്ക് ലത്തീഫ് ഇപ്പോഴും സഫിയയുടെ ഭർത്താവാണ്. സ്വന്തം ഭർത്താവിനെ പരിചരിക്കേണ്ടത് മറ്റാരെക്കാളും ഭാര്യയുടെ കടമയാണ്. സഫിയയുടെ തീരുമാനത്തിൽ ഇടപെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിയമപരമായി നിങ്ങൾ ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരാണ്. ലത്തീഫിനെ പരിചരിക്കേണ്ടത് നിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണം. നിങ്ങളൊക്കെ വലിയ മനസ്സിന്റെ ഉടമകളാണ്. നിങ്ങളെ പടച്ചോൻ കൈവിടൂല. ലത്തീഫിനെ ഇന്ന് തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റും. സഫിയുടെ തീരുമാനം അനുകൂലമാവുമെന്ന് കരുതുന്നു. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, എന്നാ ശരി. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ. ഇക്ക പോയിക്കോളൂ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അല്ല, മരുന്നെന്തെങ്കിലും? ഒക്കെ അവര് തന്നെ കൃത്യസമയത്ത് കൊടുക്കുന്നുണ്ട്. ശരി. കരിക്കട്ട എന്നോർത്ത് ദൂരെ കളഞ്ഞത് മാണിക്യമായിരുന്നു, വിലയേറും മാണിക്യമായിരുന്നു. കഥയറിയാതെ ഞാൻ തട്ടിക്കളഞ്ഞത് സൗഭാഗ്യമായിരുന്നു, ജീവിത സൗഭാഗ്യമായിരുന്നു. കരിക്കട്ട എന്നോർത്ത് ദൂരെ കളഞ്ഞത് മാണിക്യമായിരുന്നു, വിലയേറും മാണിക്യമായിരുന്നു. ഗസൽ പോലെ മനസ്സിനുള്ളിൽ ഒഴുകി വന്നു സുന്ദരി, ഇശലു പാടി കുളിരു നെഞ്ചിൽ പകർന്നു തന്നു കൺമണി. ഗസൽ പോലെ മനസ്സിനുള്ളിൽ ഒഴുകി വന്നു സുന്ദരി,
ഇശലു പാടി കുളിരു നെഞ്ചിൽ പകർന്നു തന്നു കൺമണി. കിളികളായി മധു നുകർന്നു കൊക്കുരുമ്മിയും, കിളികളായി മധു നുകർന്നും കൊക്കുരുമ്മിയും. കഴിഞ്ഞ കാല സ്മരണ പോലും എത്ര മോഹനം. കരിക്കട്ട എന്നോർത്ത് ദൂരെ കളഞ്ഞത് മാണിക്യമായിരുന്നു, വിലയേറും മാണിക്യമായിരുന്നു. മന്ദസ്മിതമൊരു മൃതസഞ്ജീവനിയായി തീർന്നിതന്നോമലാളെ, ഉയിരിൻ്റെ താളമായോമലാളെ. മന്ദസ്മിതമൊരു മൃതസഞ്ജീവനിയായി തീർന്നിതന്നോമലാളെ, ഉയിരിൻ്റെ താളമായോമലാളെ. പണവും പ്രതാപവും സ്നേഹത്തിൻ മുന്നിൽ തൃണമായി മാറിയല്ലോ. എന്നെ നീ ഞാനാക്കി മാറ്റിയല്ലോ, എന്നെ നീ ഞാനാക്കി മാറ്റിയല്ലോ. കരിക്കട്ട എന്നോർത്തു ദൂരെ കളഞ്ഞത് മാണിക്യമായിരുന്നു, വിലയേറും മാണിക്യമായിരുന്നു. കഥയറിയാതെ ഞാൻ തട്ടിക്കളഞ്ഞത് സൗഭാഗ്യമായിരുന്നു, ജീവിത സൗഭാഗ്യമായിരുന്നു. കരിക്കട്ട എന്നോർത്ത് ദൂരെ കളഞ്ഞത് മാണിക്യമായിരുന്നു, വിലയേറും മാണിക്യമായിരുന്നു. സഫിയ, നീ വേണമെങ്കിൽ വീട്ടിൽ പോയിക്കോ, ഞാനിന്ന് ഇവിടെ നിൽക്കാം. വേണ്ടക്ക, ഇനി 2 ദിവസം കൂടി എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. ഞാൻ നിന്നോളാം. ഓക്കെ, സഫിയയുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇക്ക അവിടെ തന്നെ ഉണ്ടാവോ? ഞാൻ മരുന്ന് വാങ്ങിട്ട് വരാം. ശരി. എടോ, ഈ പാവം പെണ്ണിനെയാണോ നീ ഇത്രയും കാലം കഷ്ടപ്പെടുത്തിയത്? അതൊന്നും ഉപ്പന്നെ ഓർമ്മപ്പെടുത്തല്ലേ. പണം ഉണ്ടാക്കാനുള്ള അത്യാർത്ഥിയിൽ ദയയും സ്നേഹമൊക്കെ ഞാൻ മറന്നുപോയി. നീ തൊലാക്ക് ചൊല്ലി അയച്ച കത്തിപ്പോൾ എവിടെയാണ്? അതാ മല്ലമ്മറ്റിയുടെ കയ്യിലാണ്. ഇവിടുന്ന് ഡിസ്ചാർജ് ആവണ ദിവസം തന്നെ അത് തിരിച്ചു വാങ്ങണം. ഇപ്പോൾ പണമാണോ ഭാര്യയാണോ വലുത്? പണം കൊണ്ട് നേടാൻ കഴിയാത്ത എത്രയോ വലിയ കാര്യങ്ങളുണ്ടെന്ന് ഇപ്പം ഞാൻ മനസ്സിലാക്കി. പണം എന്നത് ഒരു ഭ്രാന്താണ്. അതിൻ്റെ പിന്നാലെ പോയാൽ മറ്റെല്ലാ നന്മകളും ഇല്ലാതാകും. സഫിയുടെ സ്നേഹപരിചരണത്തിന് മുമ്പിൽ പണത്തോടുള്ള എൻ്റെ ഭ്രമം തോറ്റുപോയി. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതോർത്ത് വേവലാതിപ്പെടേണ്ട. കള്ള ഇമാറി ഇവിടെ മറിഞ്ഞിരുന്നില്ലേ ഓ മുങ്ങും. അന്നെന്ന് കയ്യോടെ പിടിച്ചിട്ടേ കാര്യമുള്ളൂ. ഞമ്മടാ ഓന്റെ കളി.
ഞാൻ പോണു. ഓൻ പോയോ? ഒന്നവിടെ നിന്നേ, ഒരു കാര്യം പറയാനാണ്. മാണ്ട മാണ്ട, സ്നേഹിച്ച് കൊല്ലാനല്ലേ? സ്നേഹിച്ചു കൊല്ലാനല്ല, ചവിട്ടി കൂട്ടാനാണ്. സഫിയ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. അതിനുള്ള ശിക്ഷയാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തൊരു സ്ത്രീയും എൻ്റെ സഫിയോടൊത്തില്ല. സഫി എന്തൊന്നും ഉണ്ടാത്തത് എങ്ങനെ ഉണ്ടാനാ അല്ലേ? ഒരു സമൂഹം മുഴുവനും സഫിയാനും കുടുംബത്തിനെ ഒറ്റപ്പെടുത്തിയില്ലേ? അതും ഞാൻ കാരണം. തെറ്റ് ചെയ്താ ഇപ്പോ അപ്പഴാ കൂലി. സഫിയ, ഇനി എന്നെ ശപിക്കരുത്. ചെയ്ത തെറ്റിനൊക്കെ ആ കാലിൽ പിടിച്ച് മാപ്പി ചോദിക്കുകയാണ്. ലത്തീഫ്, നൗ യു ആർ പെർഫെക്റ്റ്ലി ഓക്കെ. വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി. ശരി. എല്ലാം ഭാര്യയുടെ പ്രാർത്ഥനയുടെ ഫല. മരുന്ന് കൃത്യമായിട്ട് കഴിക്കണം. മുറിവൊക്കെ പെട്ടെന്ന് ഭേദമാകണ്ടേ? ശരി. ശരിയെന്നാ. ഒന്നും മറന്നില്ലല്ലോ. എന്നാ പോവല്ലേ? ബാഗ് ഞാൻ എടുത്തോളാം. സഫി എവിടെ? മുറിന്ന് ഒന്നിച്ച് പുറത്തിറങ്ങിയാണല്ലോ. ശരിയാണല്ലോ. ഇത്ര പെട്ടെന്ന് അവളിത് എവിടെ പോകാനാ? നീയൊന്ന് സമാധാനപ്പെട്. അവള് വീട്ടിൽ പോയി കാണും. ഒന്നും പറയാതെ ഇങ്ങനെ. നമുക്കൊന്ന് പോയി നോക്കാം. ബാപ്പ പോയിക്കോ, ഞങ്ങൾ പുറകെ വരാം. ശരി. ഒരു സ്ത്രീ ഇപ്പോൾ ഇവിടെ വന്നോ? ഫ്രണ്ടിലൊരു ഓട്ടോയിൽ ഇപ്പോൾ കയറി പോകണുണ്ട്. ആമിന, ഡിസ്ചാർജ് ആയ മോളെ? എന്നിട്ടെന്താ, അയാൾ അയാളുടെ വീട്ടിലേക്ക് പോയി. മോളോട് ഒന്നും പറഞ്ഞില്ലേ? എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു, ഞാൻ ഒന്നിനും ചെവി കൊടുത്തില്ല. എല്ലാം പഠിച്ചോന്റെ കളിയാ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കൂ. ബാപ്പാ, നമ്മൾ ഇറങ്ങുക. എങ്ങോട്ട്? വായി കയറിയ പഠിച്ചോൻ തന്നെ ചോറ് തരൂന്ന് നിങ്ങളൊക്കെ തന്നെയല്ലേ പഠിപ്പിച്ചത്. എന്നിട്ടിപ്പോ? മോള് പറഞ്ഞതായിരുന്നു ശരി. ഒരുങ്ങിക്കോളി, ചെല്ലി. ബാബോളെ നടന്നോളി.
വാ മോളെ. വീട് പൂട്ടിയിരിക്കുകയാണല്ലോ. ഒന്നാ വീട്ടിൽ അന്വേഷിച്ചാലോ? ആ. അല്ല, ഇവിടെ ആരും കാണാനില്ല. ആ, അവർ കുറച്ച് മുമ്പ് ഇവിടുന്ന് പോണത് കണ്ടു. അവരോടൊന്നും മിണ്ടാൻ പാടില്ലാത്തതുകൊണ്ട് ഒന്നും ചോദിച്ചില്ല. നമുക്കൊന്ന് അന്വേഷിച്ചാലോ? അന്വേഷിക്കണം. അവൾ ഇത്രയും കാലം അനുഭവിച്ച യാതനകൾക്ക് ഇന്നോടൊരു അവസാനം ഉണ്ടാക്കണം. ലോകത്തിന്റെ ഏത് കോണിലായാലും ഞാൻ കണ്ടുപിടിക്കേണ്ട സഫിയാനെ. എന്നാൽ ഇനി അധികം വൈകണ്ട, നമുക്കിപ്പോൾ തന്നെ പോവാം. എന്താപ്പ ഈ വരവിന്റെ ഉദ്ദേശം? ഞങ്ങള് തോറ്റുപോയി. നിങ്ങൾ പറയുന്നത് എന്തും അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ ബുദ്ധി കുറച്ച് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ ഇത്രമാത്രം കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നല്ലോ. കാതറേ, കളിക്കുമ്പോ നോക്കി കളിക്കണം. നിങ്ങളൊക്കെ ഇവിടുത്തെ വലിയ ആൾക്കാരല്ലേ, നിങ്ങളോട് വാശി പിടിക്കാൻ ഞങ്ങൾക്ക് ശേഷിയുണ്ടോ? അത് എപ്പോഴേലും സമ്മതിച്ചു വന്നല്ലോ, നന്നായി. ഇനി ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? എന്താടി? ഇല്ല. എന്നാ ഒപ്പിട്. ഇതാ, ഇത് നിങ്ങൾക്കുള്ളതാ. സ്ത്രീധന പണവും പണ്ടങ്ങളും നഷ്ടപരിഹാരമായിട്ട് 50,000 ഉറുപ്പിക. വേണ്ട, ഇത് നിങ്ങൾ തന്നെ എടുത്തോളി. നിങ്ങൾക്കും വേണ്ടെങ്കിൽ ഇത് തന്നെടുത്ത് തന്നെ കൊടുത്തോളി. ശരിക്കും ആലോചിച്ചിട്ടാണ് ഈ പറയണത്. ആലോചിക്കാതെ മുമ്പ് ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. മത നിയമങ്ങളും വിവാഹ ബന്ധങ്ങളും ഒക്കെ പണം കൊണ്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ഒക്കെ ആർത്തി തീരട്ടെ. വാ മോളെ. സഫിയ, നീ എന്തേ അവിടെ നിന്നൊന്നും മിണ്ടാതെ പോന്നേ? വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ക്ഷമിക്കണം, ഇനി നിങ്ങൾക്ക് എന്നെ തൊടാനുള്ള അവകാശമില്ല. ഞാൻ സഫിയയും നിങ്ങൾ ലത്തീഫും മാത്രം. നമ്മെ ബന്ധിച്ചിരുന്ന കണ്ണി അല്പം മുമ്പ് ഞങ്ങൾ അറുത്തുമാറ്റി. എന്റെ ഭർത്താവ് എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. പക്ഷെ നിങ്ങൾ എന്നെ പണവുമായി താരതമ്യം ചെയ്തു. അതിൽ ഞാൻ തോറ്റുപോയി. ഞാനൊരു നഷ്ട കച്ചവടമായി. അതുകൊണ്ട് ഞാൻ പോവാണ്. നിങ്ങളുടെ വിവാഹ കച്ചവടത്തിൽ ഇനി ഞാനൊരു വിലങ്ങുതടിയാവില്ല. ഇല്ല, നീ പോകാൻ പാടില്ല. സഫിയ, നിന്നെ എനിക്ക് വേണം. സഫിയ, നിങ്ങൾ എങ്ങോട്ട് പോണു? വ്യക്തമായ രൂപമൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ പോവാൻ ഉറച്ചു കഴിഞ്ഞു. പടച്ചന്റെ ലോകം വിശാലമാണല്ലോ. ഊരുവിലക്കോ ബന്ധങ്ങൾ തൂക്കി വിൽക്കലോ ഇല്ലാത്ത ഏതെങ്കിലും ഒരു കോണിൽ ഞങ്ങളും ഉണ്ടാവും. നിങ്ങൾക്കൊക്കെ തൃപ്തിയായില്ലേ? ഒരു കുടുംബത്തെ മുഴുവനും തെരുവിലേക്ക് ഇറക്കി വിട്ടതോടുകൂടി നിങ്ങൾക്കൊക്കെ മനസ്സമാധാനമായില്ലേ? സുലൈമാനെ, ഞങ്ങൾക്ക് ആരോടും ഒരു ദേഷ്യവുമില്ല. ഇവരുടെ ഒക്കെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ഞങ്ങൾ ഇവിടെ വിട്ടു പോവുകയാണ്, ആർക്കും ഒരു ശല്യമാകാതെ. വാ മോളെ.